ഹേ ഗൈസ് ഇന്നാണെങ്കിൽ നമ്മൾ രാവിലെയും കാലൊക്കെ എണീച്ചാണെങ്കിൽ ഗൈസ് നമ്മളാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് കാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഗൈസ് നമുക്കാണെങ്കിൽ ഇന്ന് വോൾവോ ബസ് സ്ലീപ്പറും കാലൊക്കെ ഓട്ടിക്കേണ്ട ഡ്യൂട്ടി ഉണ്ട്. അപ്പം അതിനായി നമ്മൾ വേറൊരു സിറ്റിയിലോട്ട് കാലൊക്കെ പോവുകയാണ്. അപ്പം നമ്മളെ ട്രെയിനും കാലൊക്കെ ഇവിടെ നമ്മൾ കാത്ത് നിൽക്കുകയാണ് ഗൈസ്. കുറേ നേരം ഇവിടെ നിൽക്കുന്ന ഗൈസ്. ഗുഡ്സിലാണ് ഗൈസ് പോകുന്നത്. ഗുഡ്സിൽ വേറെ സീറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ബാക്കി. അതിനകത്താണ് ഗൈസ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അതിനകത്താണ് ഗൈസ് പോകുന്നത്. ഗൈസ് അപ്പം നമുക്ക് ചെറിയൊരു പനിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഷിൻചാനും ഡോറേമോനൊക്കെ ആയിട്ട് ഒരിടത്ത് ടൂർ പോയി ഭയങ്കര തണുപ്പുള്ളിടത്താണ് ഗൈസ് പോയത്. അതിൻ്റെ നല്ല ചുമയും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് ആ ചുമയും കാലൊക്കെ വരുന്നത്. സോ ഗൈസ് അപ്പം നമ്മളെ ട്രെയിനിങ് കാലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ട്രെയിനിങ് കാലൊക്കെ ഇവിടെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ കാർട്ട് ഇവിടെ കാലൊക്കെ നിർത്തുമ്പോൾ ഗൈസ് ഇതിനകത്താണ് ഗൈസ് നമുക്ക് പോകണ്ടുള്ള. ഈ ഒരു ട്രെയിനിലാണ് ഗൈസ് പോകണ്ടുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഗുഡ്സിലാണ് ഗൈസ് പോകുന്നത്. ഗുഡ്സി നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അതിനുള്ള ടിക്കറ്റും കാലൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ കോച്ചിൻ്റെ ടിക്കറ്റെല്ലാം എടുത്തേക്കുന്ന ക്യാബിൻ ടിക്കറ്റും കാലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നീ ഇതിനകത്ത് കയറി ഇത് പോകുന്നതായിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ട്രെയിനിലും കാലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനും കാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് കാലാണ് ഗൈസ് ട്രെയിൻ എടുത്ത ഈ ഒരു ടണൽ വരിയാണ് ഗൈസ് നമ്മൾ അവിടെ ചെല്ലുന്നത്. ടണൽ കഴിഞ്ഞ ഗൈസ് വേറൊരു സിറ്റിയിലോട്ടാണ് ഗൈസ് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പം നമ്മൾ നേരെ ആ ടണലിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ആ ടണലിൽ കയറിയിട്ടുണ്ട്. ഇരുണ്ട് നിറഞ്ഞ ആ ഒരു ടണലിൽ എന്തായിരിക്കും ആ രഹസ്യം ഗൈസ്. അപ്പം നമ്മൾ അത് തേടി പോകുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മൾ വോൾവോ സ്ലീപ്പറാണ് ഗൈസ് ഓട്ടിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്ക് രാത്രിയല്ലേ കേട്ടോ ഗൈസ്. രാവിലെ അവിടെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. അപ്പം അടുത്ത രാവിലെ ആകുമ്പോൾ അവിടെ എത്തത്തുള്ളൂ കേട്ടോ ഗൈസ്. ഈ ടണലെന്ന് വെച്ചാൽ വലിയൊരു ടണലാണ് ഗൈസ്. ഇപ്പോഴൊന്നും ഇവിടെ എത്തത്തില്ല. അത് ഇന്തോനേഷ്യയിലാണ് കേട്ടോ ഗൈസ് കിടക്കുന്നത്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ് നമ്മളിപ്പോൾ ബസ് ഓടിക്കാൻ പോകുന്നത്. അപ്പം അതൊരു വലിയൊരു രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ സിറ്റി. അപ്പം ഈ ഒരു ഇവിടുന്ന് തുളങ്കം വിട്ട് നമ്മൾ ഇന്തോനേഷ്യ വരെ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെയും കാലൊക്കെ വന്ന് ഗൈസ്. അപ്പോൾ ഒരു KSRTCയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ KSRTC മിന്നൽ ഫാസ്റ്റിലും കാലൊക്കെ കയറിയിട്ടുണ്ട്. ഇതിനകത്താണ് ഗൈസ് ഞാൻ പോകാൻ പോകുന്നത് കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നോ, ഇതാണെങ്കിൽ ഇവിടുന്ന് ഒരു പൊടി അനങ്ങുന്നില്ലല്ലോ. ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് ഇവരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരിവിടെ നിർത്തിയിട്ടേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളയ്ക്കുകയാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഗൈസ്. അപ്പം ഇതിൻ്റെ ഡ്രൈവറൊക്കെ ഇറങ്ങിപ്പോയി ഗൈസ്. ഗൈസ് ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. ഗൈസ് അങ്ങനെ വണ്ടികളൊക്കെ എടുത്തു ഗൈസ്. എന്തായാലും ഭാഗ്യം വണ്ടി എടുത്ത് ഗൈസ്. ഇത്രയും നേരം അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിർത്തിയിട്ടിരുന്നു ഗൈസ്. വെറുതെ അവനെയൊക്കെ എന്തിനാണ് നിർത്തിയിട്ടെന്ന് വല്ല അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാബിനിലും കാലൊക്കെയാണ് ഗൈസ് ഇരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ക്യാബിനിൽ ഇരിക്കാനാണ് ഗൈസ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ ഗൈസ് ഈ ഒരു വോൾവോയുടെ ഈ ഒരു ടിക്കറ്റ് മതി കേട്ടോ ഗൈസ്. എല്ലായിടത്തും കാണിച്ചാൽ ഗൈസ് നമ്മൾ ക്യാബിനിൽ ഇരുത്താം എന്ന് പറഞ്ഞ് പ്ലെയിനിൽ ചെന്ന് കയറുകയാണെങ്കിൽ ഗൈസ് അവിടുന്ന് തൂക്കിയെടുത്ത് ഗൈസ് ബീച്ചിലോട്ടും കിട്ടും കേട്ടോ ഗൈസ് അവർ ഗൈസ്. അപ്പം ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ സിറ്റിയിലാണെങ്കിൽ സിഗ്നലും ഇല്ല, ഒന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ ആണെങ്കിൽ എല്ലാ റൂളും പാലിച്ചില്ലെങ്കിൽ നമ്മളിരിക്കുന്ന ക്യാഷ് അങ്ങ് പോകും കേട്ടോ ഗൈസ്. ഈ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഗൈസ്. അപ്പം ഇയാളാണെങ്കിൽ പാവപ്പെട്ട ഒരാളാണ് കേട്ടോ ഗൈസ്. എങ്ങോട്ടേ കൊണ്ട് ചെല്ലുന്ന ഇയാൾ ഗൈസ് വലിയ പ്രൊഫഷണലാണ് കേട്ടോ ഗൈസ്. അയാൾ വളപ്പും ഇതൊക്കെ കണ്ട ഗൈസ് എവിടെയെങ്കിലും ഇടിക്കുന്ന കണക്കാണ് ഗൈസ് തോന്നുന്നത്. ഇനി ഗൈസ് എങ്ങനെയെങ്കിലും ഗൈസ് നമ്മളെ വോൾവോട് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇനി ഗൈസ് അപ്പം നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളാണെങ്കിൽ വോൾവോ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെയും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡിൽ വന്നു ഗൈസ്. അപ്പം ഇവിടെ റൂം എടുത്തിട്ട് ഇന്ന് ഗൈസ് നമ്മൾ ചാർജിന് കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കയറ്റുകയാണ് ഗൈസ്. ഞാനാണ് ഗൈസ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാവരും കയറ്റിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ടിറക്കണം. അപ്പം നമ്മൾ ആൾക്കാരെ കാര്യങ്ങളൊക്കെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും തുറന്നെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ കുണുവാവയുടെ ഗൈസ് ഇതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കർണാടകയുടെ വണ്ടിയാണ് ഗൈസ്. അപ്പം നമ്മൾ നേരെ ഗൈസ് അപ്പം നമ്മൾ നേരെ കർണാടകയുടെ വണ്ടിയൊക്കെയാണ് ഗൈസ് ഇവിടെ കിടന്ന് ഓടുന്ന. ഇവിടുത്തെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തെ വണ്ടിയാണ് ഗൈസ്. അപ്പം ഇവിടെ നല്ല മഴയും കള്ളൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. വൈപ്പർ ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ ഇതിൽ വൈപ്പർ ഗൈസ് ഇവിടെ സ്വിച്ച് എൻ്റെ പൊന്നോ ഗൈസ് ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ. അതിന് മുമ്പേ ഗൈസ് ഇതിന് ബമ്പറോ ഗൈസ് നമ്മളെ മറ്റേ വണ്ടികളെ കണക്കൊന്നും അല്ല. ഇത് ഭയങ്കര താന്നിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ലിപ്പ്. അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട ബസ്സിനെ പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഇറക്കുകയാണ് ഗൈസ്. എവിടെ
ഓ എൻ്റെ പൊന്നെ, എന്നെ കൊണ്ട് പറയിപ്പിക്കലും കേട്ടോ ഗൈസ്. ഗൈസ് രാവിലെ തന്നെ പുതിയൊരു ജോലി കയറിയപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു ഗൈസ്. പിന്നെ എങ്ങനെ ആയിരിക്കും ഗൈസ് അങ്ങോട്ടേക്ക് നമ്മൾ തുടർന്ന് പോകുന്നത്? അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ അങ്ങ് പോവുകയാണ്. അത് നമ്മളെ വണ്ടിയാണ് കത്തിച്ചങ്ങ് വിടുക ഗൈസ്. ബൂസ്റ്റ് എന്ന് പറഞ്ഞ് പവർ അങ്ങോട്ട് കൊടുത്ത് നമ്മളങ്ങ് കത്തിച്ച് വിടുകയാണ്. നല്ല അടിപൊളി പാട്ട് കേട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട പ്ലെയറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സി ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം അടുത്ത് എവിടാണ്ട് ചെന്നിട്ട് കാണാം ഗൈസ്. അടുത്ത് എവിടാണ്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഇവിടെ ബോർഡൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ ഒരു വണ്ടിക്കകത്ത് ഗൈസ് ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. ഇപ്പോൾ നമ്മൾ സിഗ്നൽ ലൈറ്റിൽ പെട്ടിടയ്ക്കാണ്. എൻ്റെ പൊന്നോ, ഇത് കഴിവിക്കൂടെയെന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയി ഗൈസ്. പിന്നല്ലേ മനസ്സിലായി ഗൈസ് നമ്മളെ വണ്ടിയാണ് ഗൈസ്. നമുക്കാണ് ഇനി കഴിവുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ജോലി ഗൈസ്. ഇനി വേറെ വല്ലവരും വന്നൊന്നും കഴുകി തരത്തില്ല. ഇത് നമ്മളെ വണ്ടിയാണ്. നമ്മൾ കഷ്ടപ്പെട്ടെന്ന് കഴിവണം, സൂക്ഷിക്കണം. എല്ലാം നമ്മളെ ഇത് കയ്യിലാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ് നമ്മളെ വണ്ടിയിൽ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇങ്ങനെ കത്തിച്ച് വിടുകയാണ് ഗൈസ്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നല്ലൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ് ഈ ഒരു വോൾവോ. അപ്പം ഇതിൽ നമുക്കാണെങ്കിൽ 7 ഗിയർ വരെയാണ്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്നൊരു വണ്ടിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വോൾവോങ്ങൾക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇപ്പം നമ്മളാണെങ്കിൽ നേരെ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഗൈസ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ 100K വ്യൂസും ആളൊക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് സൈക്കിളാണെങ്കിൽ ഗീവെവിങ് ആൾക്ക് ഞാൻ തരുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ഓർത്ത് വെച്ച് ഇതിനെ 100K ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇലക്ട്രിക് സൈക്കിൾ ഞാൻ ഗീവെവിങ് ആൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയറിങ് ആളൊക്കെ ചെയ്ത് കൊടുക്കാൻ നോക്കുക ഗൈസ്. മാക്സിമം എല്ലാവർക്കും നിങ്ങളുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്താലും ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ നോക്കണേ ഗൈസ്. അപ്പം നമ്മൾ നേരെ കയറിപ്പോയി ഇവിടെ ഇൻഡിക്കേറ്ററൊക്കെ എടുത്ത് കത്തിച്ച് കയറുകയാണ്. കയറും ഗൈസ്. ഇപ്പം നമ്മളിവിടെ കയറും ഗൈസ്. അതാണ് ഗൈസ്, നമ്മളെവിടെയും താന്ന് കൊടുക്കില്ല. എൻ്റെ വണ്ടിക്ക് റിവേഴ്സ് ഇല്ല ഗൈസ്. എൻ്റെ വണ്ടിക്ക് ബ്രേക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ബ്രേക്കൊക്കെ ഉണ്ട് ഗൈസ്. ബ്രേക്ക് ഇല്ലെങ്കിൽ ഗൈസ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പോസ്റ്റിൻ്റെ മണ്ടയിലൊക്കെ ഒട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഗൈസ് നമ്മളെ വണ്ടി ബ്രേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.